എല്ലാവർക്കും കുക്ക് ടൈൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓട്സ് കൊണ്ടൊരു സ്നാക്കാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. വേണമെങ്കിൽ ഓട്സ് ലഡ്ഡു എന്ന് പറയാം. ഇത് വളരെ ഹെൽത്തിയാണ്, മാത്രമല്ല പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പം നമുക്ക് നോക്കിയിട്ട് വരാം. ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കണം. ഇതൊരു 4-5 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ചില സമയത്ത് നമുക്ക് ഇടനേരങ്ങളിൽ ആവശ്യമില്ലാതെ വിശപ്പ് വരും. അപ്പോൾ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കളർ ഇത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി പെട്ടെന്നൊന്ന് ചൂടാറാനായിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കുറച്ച് ഡേറ്റ്സ് കുരു കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ റോസ്റ്റ് ചെയ്തിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് ബദാമാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ചെറിയാണ്. ചെറി നമുക്കിതുപോലെ പാക്കറ്റിൽ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും, സിറപ്പിലിട്ടിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നാളികേരം ആ കറുത്ത ഭാഗം ഒഴിവാക്കി ചിരകിയതിന് ശേഷം നേരത്തെ നമ്മൾ ഓട്സ് റോസ്റ്റ് ചെയ്ത പോലെ തന്നെ റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കുകയാണ്, തേന്. അത് 2 ടേബിൾ സ്പൂൺ മതിയാവും. നമ്മൾ ചേർത്ത ഡേറ്റ്സിനും ചെറീസിനൊക്കെ മധുരമുണ്ട്, അപ്പോൾ വേറെ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കാം. ഞാനത് ചേർത്തിട്ടില്ലെങ്കിൽ ലെമൺ ഇല്ലാത്തതുകൊണ്ട് ചേർത്തില്ല എന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തോളൂ. അത് ചേർക്കുന്ന ഒരു ടാങ്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഫ്ലേവർ എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടുമാണ്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി കൊടുക്കാം. ഇത് ബോൾ ഷേപ്പ് തന്നെ വേണമെന്നില്ല, വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഇത് ഉടനെ സെർവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം ഓട്സ് ഡ്രൈ ആണ്. അത് ഈ ഒരു ഡേറ്റ്സും അതുപോലെ ചെറീസും അതുപോലെ നമ്മുടെ ഹണി എല്ലാം കൂടി ചേർന്ന് ഒന്ന് കുതിർന്ന് വരണം. അതുകൊണ്ട് ഇതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. കുറച്ച് ഫ്ലേവറൊക്കെ കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ വാനില എസൻസ് ഒക്കെ ചേർക്കാം. പക്ഷേ ഞാനതൊന്നും ചേർത്തിട്ടില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് ഓട്സ് കൊണ്ടൊരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയതാണ്, വളരെ ഹെൽത്തിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് കൂട്ടി ചേർക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.